ഹലോ ഗൈസ്, നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ട് ഷോർട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിയമസഭയിലേക്ക് പോകാൻ പോയാണ്. നമ്മളെ കൂടെ നമ്മളെ സ്കിബിഡി ഉണ്ട്, ക്യൂട്ടി ഉണ്ട്, ഗജേന്ദ്രനുണ്ട്, ധനുഷ് ഉണ്ട്. സോ അവിടെ പരിപാടി എന്ന് വെച്ചാൽ പുസ്തകമേളയാണ്. പുസ്തകമേളയുണ്ട്, പിന്നെ ചിത്ര ചേച്ചിയുടെ ഗാനമേള ഉണ്ട്. ഗാനമേള കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ, നമുക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യാം. അതെ, സ്കിബിഡി പോയാലോ? അപ്പൊ കൊള്ളാല്ലേ, ഏറ്റവും കൊള്ളാല്ലേ. അപ്പൊ അവിടെ കണ്ടതാണ് നിയമസഭാ മന്ദിരം. നമുക്ക് അവിടെയാണ് ഇന്നത്തെ പരിപാടി. തെയ്യമൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. 8 മണിക്ക് ശേഷമാണ് തെയ്യം. എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാ, പക്ഷെ നമുക്ക് നോക്കാം. ജിമ്മിലും പോകാനുള്ളതാണ്. ഇനി നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യാൻ പോണത് വിജയേന്ദ്ര. എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഫേമസ് വിജയേന്ദ്രൻ. നമ്മൾ ആദ്യം വിചാരിച്ച് പരിപാടി നിയമസഭയുടെ അകത്തായിരിക്കും എന്ന്, പക്ഷെ അവിടെയല്ല. ഇതിന്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, വലത്തെ സൈഡിലും, ജസ്റ്റ് സൈഡിൽ. അവിടെയാണ് സംഭവം ഉള്ളത്. അല്ലേടാ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വെളിയിൽ ബുക്ക് ഫെസ്റ്റ്. പക്ഷേ അകത്ത് എങ്ങനെയാണ് പാസ് എന്ന് പറഞ്ഞൂടാ, നോക്കാം. നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഒരു റൗണ്ട് അടിച്ചിട്ട് ഒന്നും കൂടെ ഉണ്ട് കാണാം. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻസിൻ്റെ ബുക്സാണിത്. ബുക്സ് എന്താ കമ്പനിയാണ്. കൊച്ചു കുട്ടികളുണ്ടാവുന്നത് അത് കഴിഞ്ഞ് വളരെ ഇല്ല വീട്ടിൽ. എവിടെ താമസിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഫ്രീ ആണ്. 1 മണിയായി. അതൊക്കെ നമുക്കൊരു ചെറിയ ശമ്പളത്തിലൊക്കെ വരാൻ പറ്റും. സ്കൂളിൽ നിന്ന് ബുക്ക് സെല് ചെയ്യാനാണ് ജോലി. പക്ഷെ നമുക്ക് 2 ദിവസം എക്സാം ഉണ്ട്, അന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ടൊക്കെ വിളിക്കാന്ന് പറഞ്ഞത്. നാളെ വിളിക്കും. ഇല്ലടാ, വിളിക്കണോ? ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അങ്ങ് ഒരു ബുക്ക് അതില്ല ഹൗ ടു സക്സീഡ്. നമുക്ക് ആവശ്യമാണ് ബുക്ക്. സക്സീഡ് നീ അങ്ങനത്തെ ബുക്കാണ് നോക്കണമെങ്കിൽ മറ്റേ ഇക്കിഗായി എന്ന സാധനമുണ്ട്, അത് കൊള്ളാന്ന് പറയുന്നത്. അല്ല, ചുമ്മാ ഒരു മോട്ടിവേഷൻ ഒക്കെ. ഇക്കിഗായി കൊള്ളാം. ഈശ്വരത്ത് നയിക്കുന്ന ഈശ്വര ജീവിതത്തെ നയിക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. നല്ലൊരു തിരക്കഥയാണ് നോക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. പൊന്മാന്റെ കഥ കിട്ടിയാലും തിരക്കഥ കിട്ടും. ഒരു ബുക്ക് വാങ്ങിച്ചിരിക്കുന്നു. നമ്മുടെ അലിബാബ ആൻഡ് 40 Thieves ഇന്നത്തെ 90 രൂപയായിരുന്നു, 81 രൂപയ്ക്ക് കിട്ടി. ഓക്കെ, ബാക്കി നോക്കാം. കൊള്ളായിരുന്നു. ഇവിടെ ബുക്കാണ്.
ഡേ ഉള്ളവർക്ക് ഈ ഇതൊക്കെ കോർഡിനേഷൻ ഒക്കെ പഠിക്കാം. വാങ്ങിത്താടാ, കൊച്ചു പുറത്തുള്ളതാണ്. നല്ല കണക്ക് വേണോ? മുതുക്കനെ കാണിച്ചു എനക്ക് அந்த കാർ വേണോ? അവിടെ കാറിന് അങ്ങനെ ചെയ്യുമ്പോ അവർക്ക് അത് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളൊരു ടേബിൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. നീലേ നീലേ ഗെയിം കൂടിയിട്ടാണ് നോക്കുന്നത്. 429 രൂപ. കാർ മാത്രം പോകും. 30 രൂപയുടെ കാറുണ്ട്, ഞാൻ വാങ്ങിച്ചു തരാം, ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം. താനോസ് പറ്റിപ്പോയി, ഒന്നും തെയ്യമില്ല. ആ സാറ് പറയുന്ന വെച്ചാൽ തെയ്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്താണ് നടക്കേണ്ടത്, ആ ഭാഗത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം അവിടെ മറ്റേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് വരും. സോ അത് കാണില്ല. നമ്മൾ ഈ തെറ്റിദ്ധാരണ ധരിപ്പിച്ചത് പൂജാപ്പിയാണ്. പൂജാപ്പിക്ക് 7 8 കണ്ട തിരിച്ചറിഞ്ഞൂടെ, എന്ത് ചെയ്യുക, 8-ാം തീയതിയാണ് തെയ്യം. സോ നമുക്ക് നാളെ വരാണെങ്കിൽ ഞാൻ ഈ ബ്ലോഗിൻ്റെ കൂടെ തന്നെ അത് ചേർത്തിടാം. ഓക്കെ ഗൈസ്, ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം എന്നൊക്കെ നമ്മൾ പറഞ്ഞ 2ാമത്തെ ദിവസമാണ്. തെയ്യം കാണാനാണ് വന്നിരിക്കുന്നത്. എവിടെ വന്നിരിക്കുന്നത്? നിയമസഭ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളവിടെ ഇപ്പം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അരുൺ ഇവൻ്റെ അകത്ത് എവിടെ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. സോ അകത്തോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, അരുണെ കാണാനില്ല. കാരണം നമ്മൾ 7 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഇപ്പം സമയം 7:30 7:45 അതെ 7:45. സോ അരുൺ തുടങ്ങി എന്നാണ് എൻ്റെ നിഗമനം. എനിക്കറിഞ്ഞൂടാ, നോക്കാം. അവരെ വിളിച്ചിട്ടൊന്നും എടുക്കില്ല. ഇനിയിപ്പോ ഈ ഇവിടെ ശബ്ദം കേൾക്കാനില്ല. തെയ്യം തീർന്നു. ആർക്കും കേട്ടാലോ. ബാക്കിലാണ് നമ്മളന്ന് കഴിഞ്ഞ വ്ളോഗിലല്ല, ഈ വ്ളോഗ് തന്നെ നേരത്തെ കുറച്ച് ഭാഗത്ത് മുമ്പ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നതിന് അത് കാണും, നോക്കാം. ഇവിടെ തെയ്യം തീർന്ന്, തെയ്യം 1 മണിക്കൂറൊക്കെ തെയ്യം ഉള്ളൂ. ഇല്ലടാ, അതെ അതെ അതെ. ഇത് അറിഞ്ഞിട്ട് അരുൺ നേരത്തെ ഹോസ്റ്റലിൽ പോയി കഞ്ഞി കുടിക്കുന്ന പറഞ്ഞ്. സോ ഇന്നത്തെ തെയ്യം പ്ലാൻ മൂഞ്ചി. നാളെയും കൂടി ഉള്ളൂ തെയ്യം. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഗാ ഷോകളാണ് എല്ലാം. സോ നാളെ ഫൈനലി, നാളെ നേരത്തെ വന്ന് കണ്ടില്ലെങ്കിൽ തെയ്യം കാണാൻ ഞാൻ ഇനി കണ്ണൂർ പോകാണ്ട്. സോറി, കണ്ണൂർ ഓക്കെ. കണ്ണൂര് പോകണം തെയ്യം കാണാൻ. അല്ലടാ, കണ്ണൂര് പോകണം. കൊല്ലത്തും തെയ്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട്. അത് ശരിക്കുള്ള കലാരൂപം തന്നെ തെയ്യത്തിന്റെ. ശരിക്കും പ്രണവ് പറഞ്ഞാണ് എനിക്ക് അറിഞ്ഞൂടാ. സോ നാളെ കാണാൻ പറ്റില്ല, നമ്മൾ കണ്ണൂര് പോകും. ഓക്കെ, ഇത് നാളെ കാണാം. ഗൈസ്, തേർഡ് ഡേ ആറ്റ് നിയമസഭ. ഓക്കെ. നമുക്ക് നമ്മളവിടെ ഒന്ന് ക്യൂട്ടി ഉണ്ട്, സ്കിബിഡി ഉണ്ട്. സോ ഇന്ന് നമ്മൾ എന്തായാലും തെയ്യം കണ്ടിരിക്കും. ഇന്ന് തെയ്യം നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ താമസിച്ചു. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് ക്യൂട്ടി പറഞ്ഞ നമുക്ക് 1 മണിക്കൂർ മുമ്പ് നമുക്കിന്ന് പോയി തെയ്യം ഹാളിലിരിക്കാം, കാണാം. അതൊക്കെ പറഞ്ഞു വന്നതാണ്. അതപ്പോൾ ഇപ്പോഴേ പരിപാടി തുടങ്ങിയെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ടിട്ടേ പോവുള്ളൂ. ഇന്ന് അവര് നമുക്ക് മുമ്പ് കളിച്ച് ചേർത്ത ക്യൂട്ടി അല്ലുണ്ടാക്കും, ഒന്നുകൂടി കളിക്കാൻ പറയും. അല്ലടാ, ഓക്കെ. നമ്മൾ കൂടുതൽ ഇത് പൊളിച്ച് തീർത്തില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. പുസ്തകങ്ങളൊന്നും കാണിക്കില്ല, നമ്മൾ ആൾറെഡി കാണിച്ചിട്ടുണ്ട്. സോ
പോയിട്ട് തിരക്ക് കണ്ട എൻ്റെ അകത്താണ് തെയ്യം നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കോട്ട് കയറണം എങ്കിൽ കാണാൻ പറ്റുമോ നോക്കാം. പൊട്ടൻ തെയ്യമാണ്. എന്തോ തെയ്യം? പൊട്ടൻ തെയ്യം എന്നുവെച്ചാ നീ അറിഞ്ഞൂടാ, അറിയാൻ ചോദിക്കാം. അതെ. കാണാൻ പറ്റുന്നല്ലോ, കാണാൻ പറ്റും. കുറെ നേരമായി ഗൈസ് നിൽക്കാൻ വേണ്ടിട്ട്. നോക്കാം ഇങ്ങോട്ട് വരും. ഇപ്പൊ കണ്ടതാണ് തെയ്യം. കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും, കാണാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഫ്രണ്ടിലാണെങ്കിൽ ആദ്യ രണ്ട് തെയ്യം ഉണ്ടായിരുന്നു. ആദ്യ ഭാഗത്തിരുന്നപ്പം കുറച്ച് കാണാൻ പറ്റി, മീൻസ് ഫോൺ വഴി കാണാൻ പറ്റി. ഫ്രണ്ടിലുള്ള ചേട്ടന്മാര് ഫോൺ ഉപയോഗിച്ചെടുത്ത് കുറെ എണ്ണം, പിന്നെ ഞാൻ കുറച്ചെടുത്ത് ഇപ്പൊ വീട്ടിലെടുത്തത് അതൊക്കെ കുറച്ച് കണ്ട്. അല്ലാതെ രണ്ടാമത്തെ തെയ്യം തുടങ്ങിയപ്പോഴാണെങ്കിൽ ഫ്രണ്ടിൽ ആൾക്കാരിരുന്ന ആൾക്കാരെല്ലാം എണീച്ച് വേറെ കൂടുതൽ ആൾക്കാർ കയറിയിരുന്നു. തേങ്ങ കാണാനില്ല, ഫോൺ വെച്ചിട്ടും കാണാനില്ല. ഇവന്മാർ രണ്ടുപേരും പിന്നെ എന്താക്കി അല്ലേ? അതെ അതെ അതെ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇത് കണ്ണൂര് പോയി കാണാൻ നടക്കുള്ളൂ. സംഭവം കൊള്ളാം. അഖിലിന്റെ ഫോണിൽ കുറച്ച്
ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അഖിൽ AK ക്യൂട്ടി. നീ അതെട് ഏത്? അതൊന്നും കിട്ടില്ല. അത് മൊത്തം ഓക്കെ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ 3 ദിവസം നീണ്ടിരുന്ന നമ്മൾ ഈ വ്ളോഗ്, അതായത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ട് തെയ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ട് എടുത്തത്. സോ അത് കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമ്മൾ കണ്ണൂരിൽ പോയിട്ടല്ലേ എടുക്കും. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് വ്ളോഗ് അവസാനിപ്പിക്കും. നിങ്ങൾ വല്ലതും പറയണ്ടോ? ഇല്ല തേങ്ങയില്ലത്. ഓക്കെ, ബൈ.